The disclaimer: actually, this video is not dedicated to all the foodies and person who craving for food. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വൈകാരികമായി ഫുഡിനോട് ഭയങ്കരമായ ആർത്തിയും പുതിയ ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള പ്രത്യേകതരം ഒരു ആവേശവും എന്താണെന്നറിയില്ലടോ, എനിക്കും ഈ സമയത്തായപ്പോൾ ഭയങ്കരമായ ആ ഒരു ക്യൂരിയോസിറ്റി ടു ഫുഡ്. എനിക്കറിയില്ല, എസ്പെഷ്യലി സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ്, ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിക്കുന്നില്ല. മാങ്ങ കഴിച്ചു, പിന്നെ വാട്ടർമെലൺ കഴിച്ചു. പിന്നെ ഈ മാസം കഴിഞ്ഞില്ലാത്തതുകൊണ്ട് ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യണം. വിഷു ഞാൻ കഴിച്ച ചീസ്കട്ടയും മറ്റേ മാങ്ങക്കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെ ഇഡ്ഡലി, ചട്നി, സാമ്പാർ അടിപൊളിയായിരുന്നു, അതും കഴിച്ചു. രണ്ടാമത്തെ ദിവസം അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവായിരുന്നു, അതും കഴിച്ചു. അമ്പലോത്സവത്തോടനുബന്ധിച്ച് 41 ദിവസം വ്രതം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വെജായിരുന്നു വീട്ടിൽ. സോ വെജിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ മത്തങ്ങയും പയറും തൈരും, നമ്മുടെ വീട്ടിൽ മാവുള്ളതുകൊണ്ട് വേറെ പിന്നെ മാങ്ങ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. എന്നാലും അന്വേഷിച്ച് ഇങ്ങോട്ടെത്തുന്ന മാങ്ങേനെ നമ്മൾ വെറുതെ വിടാറുമില്ല. അപ്പോൾ നമ്മൾ മാങ്ങ പിന്നെയും കഴിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, മധുരത്തിനോട് ഭയങ്കര ക്രേവിങ്സ് ആയതുകൊണ്ട് വേറെ മധുരം കായിട്ടൊന്നുമില്ല അവിടെ കഴിക്കാനുള്ളതുകൊണ്ട് നമ്മൾ കൈ കിട്ടിയ ശർക്കരയും സാധനങ്ങളൊക്കെ എടുത്ത് ശർക്കര പായസം ഉണ്ടാക്കി എന്നിട്ട് അതും. ആൻഡ് അത് മാത്രമല്ല, ക്രേവിങ്സ് അറ്റ് പീക്ക് ലെവലിലെത്തിയപ്പോൾ സൊമാറ്റോ വഴി ഓർഡർ ചെയ്തിട്ടുള്ള നമ്മളുടെ കുനാഫ പിസ്താഷിയോ ചോക്ലേറ്റ് അതും കഴിച്ചു ഗൈസ്. പിന്നെ ഇതാ ഇത് ആൻഡ് ഇതെന്ന് പറയുമ്പോൾ കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കഴിച്ചു. പിന്നെ വൈകിട്ട് സ്നാക്സ് ആയിട്ട് മുറുക്കുണ്ടല്ലോ, അത് 2 എടുത്ത് കഴിച്ചു. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്നും ഉണ്ടായിരുന്നു സദ്യ, അതും കഴിച്ചു. പ്ലേറ്റിൽ കിട്ടുന്ന നല്ല ചൂടോടുള്ള സദ്യ. അതും പിന്നെ വെറുതെ ഇരിക്കുന്ന പച്ചമാങ്ങ എടുത്ത് ഉപ്പും മുളകും ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമുക്ക് ഒരു സുഖിയനും കഴിച്ചിട്ട് നിർത്താം. പക്ഷേ ഇനിയും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചത് തന്നെയാണെങ്കിൽ നമുക്ക് പുറത്തോട്ടൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ, ടാറ്റാ.